സാർ, ഈ ഹമാസിനെ ഏതാണ്ട് നിലംപരിശാക്കിയിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ തുടരാക്രമണം അവർ നടത്തുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഹൂതികളുടെ കാര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അമേരിക്ക വളരെ ശക്തമായിട്ട് അവരെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബോംബറുകളുമായിട്ട് ഹൂതികളെ ആക്രമിക്കാനുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർ പ്രക്രിയകളിലേക്ക് അമേരിക്ക കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലടക്കം അവർ തങ്ങളുടെ ആയുധശേഷിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് യമനിൽ സംഭവിക്കുക? ഹൂതികളെ ഈ പറയുന്നത് പോലെ അവരെ സഹായിക്കുന്നത് ഇറാനാണ്. ആയുധങ്ങളും അർത്ഥവും ഒക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. എന്താണ് ഭാവിയിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ നമ്മൾ പാലസ്തീനിൽ കണ്ടതുപോലൊരു സർവനാശം യമനിലും ഉണ്ടാകും? ഇൻ്റർനാഷണൽ ഒരു റെൽമിൽ നോക്കുമ്പോൾ ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളി പ്രാദേശികമാണ്, അല്ലെങ്കിൽ ഇസ്രയേലിനാണ് ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളി. നേരിട്ട് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല, മറ്റ് രാജ്യങ്ങൾക്കും വെല്ലുവിളി ഉയർത്തുന്നില്ല. പക്ഷേ ഹൂതികളുടെ കാര്യം അങ്ങനെയല്ല. ഹൂതികളെ സഹായിക്കുന്നത് ഇറാനാണ്. ഹൂതികൾ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ വിഭാഗമാണ്, ഷിയ വേരുകളുള്ള ഒരു വിഭാഗമാണ്. അവരെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ജിയോ സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു ഇടത്താണ്. അതായത് ഈ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അറബിക്കടലിലേക്ക് വരികയും അറബിക്കടലിൽ നിന്നും ഏഡൻ ഉൾക്കടലിലേക്ക് എത്തുകയും ഏഡൻ ഉൾക്കടലിൽ നിന്നും ഒരു കുപ്പിക്കഴുത്ത് പോലെ തീരെ ചെറിയ ഒരു കുപ്പിക്കഴുത്തിലൂടെ അകത്തേക്ക് ചെങ്കടലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ആ പ്രവേശന കവാടം, ആ കവാടത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഹൂതികളുടെ നിയന്ത്രണമുള്ള യമൻ്റെ വടക്കൻ ഭാഗം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സൗദി അറേബ്യയ്ക്ക് തെക്ക് യമൻ എന്ന രാജ്യത്തിൻ്റെ വടക്കും പടിഞ്ഞാറുമായ ഭാഗങ്ങൾ, കടലോര പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഹൂതികളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. അപ്പം അതിലെ പോകുന്ന കപ്പലുകൾ, അത് വാണിജ്യ കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ, ഇസ്രായേലി കപ്പലുകൾ, ഇന്ത്യൻ കപ്പലുകൾ എന്ന് വേണ്ട എല്ലാ കപ്പലുകൾക്കും ലോക വ്യാപാരത്തിൻ്റെ തന്നെ സമുദ്ര വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 20% കടന്നു പോകുന്നത് ആ വഴിയാണ്. യൂറോപ്പിലേക്കുള്ള സമുദ്ര ഗതാഗതത്തിൻ്റെ 30% കടന്നു പോകുന്നത് ആ വഴിയാണ്. അമേരിക്കയിലേക്കുള്ളതിൻ്റെ 3% അതിലേ പോകുന്നുള്ളൂ. പക്ഷേ അത് അമേരിക്ക വളരെ ദൂരെ കിടക്കുന്ന രാജ്യമാണ്. പക്ഷേ ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിന് നല്ലൊരു പങ്കും കടന്നു പോകുന്ന ഇടം അതാണ്, ഈ ഭാഗത്തൂടെ. അങ്ങനെ ഹൂതികളുടെ ആ ഒരു പിടിവിട്ട് ചെങ്കടലിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്നും ഈജിപ്തിൻ്റെ കുറുകെ മധ്യധരണ്യാഴിയിലേക്ക് നീളുന്ന സൂയസ് കനാലിലൂടെ കപ്പലുകൾ പ്രവേശിച്ച് മെഡിറ്ററേനിയൻ കടലിൽ മധ്യധരണ്യാഴിയിൽ എത്തി അവിടുന്ന് യൂറോപ്യൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് ട്രേഡ് റൂട്ട്. അതുകൊണ്ട് ഹൂതികൾ പ്രശ്നമുണ്ടാക്കുന്നത് ഹമാസിന് നേരെ ഇസ്രയേൽ നടത്തുന്നതായി പറയുന്ന വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതിനെതിരെ ഒരു പ്രതികരണം, സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലാണ് ഹൂതികൾ ഈ ആക്രമണം തുടങ്ങുന്നത്. അപ്പോൾ കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രയേൽ അല്ല അതിന് ശ്രമിക്കേണ്ടത്. ഇസ്രയേൽ താല്പര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഗ്ലോബൽ താല്പര്യങ്ങൾ, യൂറോപ്യൻ താല്പര്യങ്ങൾ അവിടെ അന്തർലീനമാണ്. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പിലേക്കുള്ള 30% കപ്പലുകൾ പോകുന്നത് ആ വഴിയാണ്. പക്ഷേ യൂറോപ്പിനേക്കാൾ കൂടുതൽ താല്പര്യമെടുത്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. കാരണം സംയുക്ത അമേരിക്കൻ ബ്രിട്ടീഷ് നാവിക വ്യൂഹം ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുമായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS ഹാരി എസ് ട്രൂമാൻ അവിടെയുണ്ട്. വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് എംപയർസ് എന്നാണ് പറയുക. അതൊക്കെ അമേരിക്കയുടെ സോവറിൻ ടെറിട്ടറിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. നടക്കുന്ന ഒരു ചെറിയ തീരെ ചെറിയ ദ്വീപല്ല, വലിയ ദ്വീപ് പോലെയാണ്. കടൽ നീങ്ങുക, അതിന് ചുറ്റും കില്ലർ ഷിപ്സ് ഉണ്ട്. മറ്റൊരു കപ്പലും കൂടി ആ പ്രദേശത്തേക്ക് ചെങ്കടൽ മേഖലയിലേക്ക് അമേരിക്ക കഴിഞ്ഞ ആഴ്ച ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന്. രണ്ട്, അതേക്കാൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, ദക്ഷിണ സമുദ്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഹെവി അമേരിക്കൻ ഏറിയൽ ബിൽഡപ്പ് നടക്കുന്നു. അതിനുള്ള താവളം ഇന്ത്യക്ക് തെക്ക് പടിഞ്ഞാറ്, ഏറെ തെക്ക്, കുറച്ച് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഒരു ചെറിയ ദ്വീപ സമൂഹമാണ് ഡീഗോ ഗാർഷിയ. ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാർ അത് അമേരിക്കയ്ക്ക് സൈനിക താവളത്തിനായി 100 വർഷത്തെ പാട്ടത്തിന് കൊടുത്ത ഇടമാണ്. അപ്പോൾ അതൊരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്. തൊട്ടടുത്ത് രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ
മിലിറ്ററി ബേസ് ഉണ്ട്, എയർക്രാഫ്റ്റുകൾക്ക് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അമേരിക്കയുടെ വലിയ നേവൽ ആൻഡ് എയർ ബേസായി അത് പ്രവർത്തിക്കുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, ഏറ്റവും വൈകി വന്നിരിക്കുന്ന വാർത്ത, അമേരിക്കയുടെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ. ആ സ്റ്റെൽത്ത് കാറ്റഗറി വിമാനങ്ങൾ, റൈഡാറുകളെ വെട്ടിച്ചു പോകാൻ കഴിയുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഏറ്റവും ആധുനിക പതിപ്പുകളാണ് B-2 ബോംബേഴ്സ്. B-2 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ബോംബർ, വാവലിങ്ങനെ ചിറക് വിരിക്കുന്നത് പോലെ ഇരുന്ന ആ ഒരു രൂപത്തിലുള്ള ആ ഒരു വിമാനങ്ങൾ താഴ്ന്നു പറക്കാൻ കഴിയും. ഏറ്റവും കൃത്യതയോടുകൂടി ബോംബിംഗ് നടത്താൻ കഴിയും. ഒന്നാം ഗൾഫ് യുദ്ധത്തിലും സദ്ദാം ഹുസൈനെതിരെയുള്ള 90കളുടെ ആദ്യത്തിൽ, രണ്ടാം ഗൾഫ് യുദ്ധത്തിലും 2000കളുടെ ആദ്യത്തിൽ, രണ്ടാം ഗൾഫ് യുദ്ധത്തിലും, യമനിൽ തന്നെ ഹൂതികൾക്കെതിരെ മുൻപ് ഈ ജോ ബൈഡന്റെ കാലഘട്ടത്തിലും ഒക്കെ കൃത്യമായി ഉപയോഗിച്ച B-2 ബോംബേഴ്സ് 20 എണ്ണമാണ് അമേരിക്കയ്ക്കുള്ളത്. അതിൽ 7 എണ്ണം 2 ബാച്ചുകളായി, ആദ്യം 3 എണ്ണം വന്നു, പിന്നെ 4 എണ്ണം വന്നു. 7 എണ്ണം ഡീഗോ ഗാർഷ്യയിൽ ബേസ് ചെയ്യുകയാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഒരിക്കൽ ഫ്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 7800 കിലോമീറ്റർ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഏറിയൽ സോർട്ടി നടത്തി ഒരു 3000 കിലോമീറ്റർ അകലെയുള്ള യമനിലേക്കോ അവിടുന്ന് 3500 കിലോമീറ്റർ വടക്കുള്ള ഇറാനിലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്കോ പോയി ബോംബിംഗ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാനുള്ള ഒരു ഓയിൽ ഫ്യൂവൽ കപ്പാസിറ്റി ഉള്ള ട്രെയിനാണ്. അത് മാത്രമല്ല ആണവ പോർമുനകൾ വഹിക്കാനും കപ്പാസിറ്റി ഉള്ള ബോംബേഴ്സാണ്. അതുകൊണ്ട് ഒന്നും കാണാതെയാവില്ല അമേരിക്ക ഈ ബോംബറുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കഴിഞ്ഞ ആഴ്ച അമേരിക്ക ഒന്ന് പുലിവാലി പിടിച്ചതാണ്. 15-ാം തീയതി ഒരു സീരീസ് ഓഫ് ബോംബിംഗ് നടത്തി. പക്ഷേ ആ വിവരം പുറം ലോകം അറിഞ്ഞു ഒരു ടെലിഗ്രാം ചാറ്റിലൂടെ, ഇല്ലേ? ഒരു അമേരിക്കയുടെ ഒരു രഹസ്യ 18 പേരടങ്ങുന്ന വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്കൽ വാൾട്സും അതുപോലെ ഈ സുരക്ഷാ ചുമതലയുള്ള തുളസി ഗബാർഡും എല്ലാം ചേർന്ന ഒരു 18-അംഗ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മാഗസിന്റെ ചീഫ് എഡിറ്റർ ആകസ്മികമായി അതിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആരോ തെറ്റി മൈക്ക് വാൾട്സിന്റെ ഓഫീസിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ അറിയാതെ ഇദ്ദേഹത്തിന്റെ പേര് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ആക്രമണ വിവരവും, യമനെതിരെ നടക്കുന്ന ഓരോ ആക്രമണ വിവരവും, ഇന്ന സമയത്ത് ഇത്ര ഫ്ലൈറ്റ് F-18 വിമാനങ്ങൾ ഇന്ന ബേസിൽ നിന്നും പറന്നു വരാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല ഈ ഇന്ന കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ത് വിചാരിക്കും ഇന്നത് ചെയ്താൽ, അല്ലെങ്കിൽ യൂറോപ്പ് എന്ത് വിചാരിക്കും ഇന്നത് ചെയ്താൽ എന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ചാറ്റുകൾ രൂപത്തിൽ വരികയാണ്. അതുകൊണ്ട് അതൊരു സ്വല്പം മുഖം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അമേരിക്കയ്ക്ക്. പക്ഷേ ഇപ്രാവശ്യമെല്ലാം പഴുതുകളും അടച്ചിട്ട് മറ്റൊരു റൗണ്ട് ഓഫ് ബോംബാർഡ്മെൻറ്റ് അതിനുവേണ്ടി അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് B-2 ബോംബേഴ്സ് ഡീഗോ ഗാർഷ്യയിലേക്ക് വരുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും സാർ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അത് പോകില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ഹൂതികളുടെ ഭീഷണി ഒട്ടളവ് ഒരു വലിയൊരളവ് വരെ അത് അടിച്ചമർത്താനും നിയന്ത്രിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് വേണം നമ്മൾ കരുതാൻ ഈ ഒരു നീക്കത്തിലൂടെ. ഇതിന് ഫ്ലെക്സിങ് മസിൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒരുതരം മസിൽ പെരുക്കി കാണിച്ച് പേടിപ്പിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സംഭവം. പക്ഷേ വേണ്ടി വന്നാൽ ഞങ്ങൾ പ്രഹരിക്കാൻ മടിക്കില്ല. അത് മാത്രമല്ല, പ്രഹരിച്ച ഒരു പാരമ്പര്യവുമുണ്ട്. അമേരിക്ക ഒരിക്കലും ഇറാനിൽ നേരിട്ട് ബോംബാക്രമണം അടുത്ത കാലത്തേക്ക് നടത്തിയിട്ടില്ല. പക്ഷേ അതിന് ഞങ്ങൾ മടിക്കില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ബാറ്റിൽ ഷിപ്സിൻ്റെ, പ്രത്യേകിച്ചും എയർക്രാഫ്റ്റ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻ്റാണ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി കരുതാവുന്നത്. എയർക്രാഫ്റ്റ് കാരിയർ മാത്രമല്ല അമേരിക്ക ഉള്ളതെന്ന് ഓർക്കണം. ടർക്കിയിൽ അമേരിക്കൻ താവളങ്ങളുണ്ട്. പിന്നെ മറ്റ് അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യയിൽ ഉൾപ്പെടെ പല ഇടങ്ങളിലും, ഇറാഖിൽ ഉൾപ്പെടെ അമേരിക്കൻ താവളങ്ങളുണ്ട് ഓർക്കണം. അപ്പോൾ സിറിയയിൽ ഉൾപ്പെടെ താവളങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഒരു സാഹചര്യത്തിൽ സൗദിയൊക്കെ അമേരിക്കയ്ക്ക് ഇത് സൗദി അറേബ്യയുടെ ആവശ്യമാണ്. ഇത് കൊടുക്കും. ഇത് 2 രാജ്യങ്ങളുടെ ആവശ്യമാണ്. ഈ ഏഡൻ ഉൾക്കടൽ വഴി ബാബൽ മന്ദേബ് കടന്ന് ചെങ്കടലിലൂടെ സൂയസ് കനാലിലൂടെ സുഗമമായി ലോകവ്യാപാരം നടക്കേണ്ടത് 2 രാജ്യങ്ങളുടെ പ്രധാന ആവശ്യവും അറബ് ലോകത്തിന്റെ മൊത്തമായ ആവശ്യമാണ്. ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത് എണ്ണ ഉൽപാദന രാജ്യമായ സൗദി അറേബ്യ. അതിന് എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഹൂതികളാണ്. അവരെ ഒതുക്കാൻ
സൗദി വിചാരിച്ച് നടന്നില്ല. 2015 ഹൂതികൾ അധികാരം പിടിക്കുന്നു. 2017 സൗദി വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം. അങ്ങനെയെങ്കിൽ അമേരിക്ക ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങളെല്ലാം ഒത്താശയും ചെയ്യാം, ഞങ്ങൾ കമാന്ന് രക്ഷപ്പെട്ടില്ല. പക്ഷേ ഞങ്ങൾ വേണ്ട സഹകരണം ഉണ്ടാകും അദൃശ്യമായി. ഇത് സൗദിയുടെ നിലപാടാണ്. അത് മാത്രമല്ല, സൗദിയുടെ എണ്ണ അവിടുന്ന് കയറ്റുമതി ചെയ്യണമെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. ഈ കടലിലും ചെങ്കടലിലൂടെ സൂയസ് കനാലിൽ എത്തി വേണം പുറം കടലിലേക്ക് പോകാൻ, യൂറോപ്പിലേക്ക് പോകാൻ. അപ്പൊ അതുകൊണ്ട് ആ കടലിടുക്ക് കടക്കണമെങ്കിൽ സൗദി എണ്ണ അവിടെ ട്രാപ്ഡ് ആയാൽ പറ്റില്ല. അതൊന്ന് സൗദിയുടെ കാര്യം. രണ്ട്, ഈജിപ്തിന്റെ കാര്യമോ? സൂയസ് കനാൽ എന്ന് പറയുന്നത് ദേശസാൽക്കരിക്കപ്പെട്ടു. ദേശസാൽക്കരിക്കപ്പെട്ട കനാലിലൂടെ പാസ് ചെയ്യുന്ന കപ്പലുകൾക്ക് ഒരു ചുങ്കം ലഭിക്കും. കപ്പൽ ഗതാഗതത്തിന്റെ 80% ഇപ്പൊ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, ആഫ്രിക്കയുടെ മുനമ്പ് ചുറ്റി പോകുന്ന സ്ഥിതിക്ക് സൂയസ് വഴിയുള്ള വരുമാനം ഈജിപ്തിന് കുറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? ഇത് എണ്ണ വരുമാനം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ചരക്ക് നീക്കത്തിന്റെയും വരുമാനം കുറയുമ്പോൾ ഈജിപ്തിനും അതൊരു ആവശ്യമാണ്. അവിടെ ശാന്തത വരേണ്ടത് ആവശ്യമാണ്. ശാന്തത വരണമെങ്കിൽ ഒറ്റ മാർഗമേ അമേരിക്ക കാണുന്നുള്ളൂ: ഹൂതികളിൽ നിന്നുള്ള വിപത്ത് അവസാനിപ്പിക്കുക. ഹൂതികൾ പറയുന്നത് ഇസ്രയേൽ പലസ്തീന് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാതെ ഞങ്ങൾ അടങ്ങില്ല എന്ന് ഹൂതികൾ പറയുന്നു. പറയാനേ പറ്റൂ. പക്ഷേ ഹൂതികളുടെ പ്രഹരശേഷിയെ പൂർണ്ണമായി നിർവീര്യമാക്കുന്ന രീതിയിൽ ഹൂതി ബേസുകൾ പൂർണ്ണമായി തച്ചുടയ്ക്കാൻ ഇപ്പോൾ വൺ ടൈം സ്ട്രൈക്ക്, തുടർന്നും യുദ്ധമാകുമ്പോഴാണ് മനുഷ്യാവകാശ വിഷയങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഒരുപക്ഷെ അൺഅക്സെപ്റ്റബിൾ ഡാമേജ് ഹൂതികൾക്ക് മേൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാനായി പ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ, ഇത് പ്രതീക്ഷിക്കുന്ന ആക്രമണം, ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ എന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ നമ്മള് പുലി വരുന്നേ എന്ന് പറയുന്നു, പക്ഷേ പുലി രക്ഷ വന്നില്ല എന്നിരിക്കാം. പക്ഷേ പുലി വരും എന്നത് അല്ലെ ഡെമോക്രാസിന്റെ സ്വാഡ് പോലെ, വാള് പോലെ തൂങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഹൂതികൾ ഉയർത്തുന്ന വിഷയം അവസാനിപ്പിക്കണം. അത് മാത്രമല്ല, ഇറാൻ ഒരു ത്രെട്ട് എന്നുള്ള നിലയിലാണ്. ഇറാനാണ് ഇവരെല്ലാം സഹായിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ഒരു സാഹസത്തിന് മുതിരാത്ത രീതിയിൽ, കാര്യമായ പരീക്ഷണങ്ങളോ സാഹസമോ ഒന്നുമില്ലാത്ത രീതിയിൽ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ സിവിലൈസേഷനിൽ അവർക്കതിനുള്ള അർഹതയുണ്ട്. അമേരിക്ക നേതൃത്വം നൽകുന്ന ഇസ്രയേലിന് അനുകൂലമായ ഒരു ലോകക്രമം, ആ പ്രദേശത്തെ ക്രമം, അതിനെതിരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോരാളികളായിട്ടാണ് ഇറാൻ ഇവരെ വിശേഷിപ്പിക്കുന്നത്. അതിൽ അവർക്കുള്ള ആയുധങ്ങളും പണവും എല്ലാം നൽകുന്നത് ഇറാനാണ്. പക്ഷേ ഇറാനെ നിർവീര്യമാക്കാൻ ഒരു ആക്രമണത്തിലൂടെ മാത്രമല്ല, മറിച്ച് ഈ ബിൽഡപ്പിലൂടെ, അതിനാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഒരു ആക്രമണമല്ല, ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ്. അത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ ശേഷിയുള്ള B2 ബോംബേഴ്സ് അവിടെ വരുമ്പോൾ ഒരു ന്യൂക്ലിയർ യുദ്ധം പോലെ അത് ഭയക്കും. അതുകൊണ്ടാണ്. അപ്പോൾ പ്രസ്താവന സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങിയാൽ കുഴപ്പമില്ല, പക്ഷെ ആക്രമണത്തിലേക്ക് നീങ്ങാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വന്ന B2 ബോംബേഴ്സ് ഉപയോഗിക്കുകയേ ചെയ്യില്ലായിരിക്കാം. പക്ഷെ വന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം തീർച്ചയായും ഭീഷണിയാണ്, സൂചനയാണ്. തീർച്ചയായും ഇതിനെ സിംബോളിക്കായി കാണേണ്ടതുണ്ട്. ഹൂതികളുടെ കാര്യം കണ്ടു തന്നെ അറിയണം.